നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഇപ്പോൾ ചേരുന്നുണ്ട്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന് ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടപടി ഇന്നലെ കോടതി സ്റ്റേ ചെയ്തിരുന്നു. നമുക്കൊപ്പം സാന്ദ്ര തോമസ് ചേരുന്നു. സാന്ദ്ര, വെരി ഗുഡ് മോർണിംഗ് സാന്ദ്ര. ഇപ്പോൾ നേരിയൊരു ആശ്വാസമുണ്ടല്ലേ സാന്ദ്ര? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കോടതി വിധി എങ്ങനെയാ കാണുന്നത് സാന്ദ്ര? വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. നമ്മുടെ നിയമ സംവിധാനത്തിന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ആ വഴിക്ക് തന്നെ നീങ്ങിയത്. അപ്പൊ അതില് ഇപ്പം ആശ്വാസകരമായ ഒരു വാർത്തയാണ്. സന്തോഷം തോന്നുന്നു. ഇനിയിപ്പോ അവര് അപ്പീലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുമായിരിക്കും. എന്താണെങ്കിലും ഞാനും ഇതിന്റെ അറ്റം വരെ തന്നെ പോരാടാൻ ഞാനും റിപ്പോർട്ടറിലാണെന്നാണല്ലോ ആദ്യം ഇത് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ ഭാഗത്തിൽ ഒരു നീക്കുപോക്കുണ്ടാക്കാൻ ഒരു കോംപ്രമൈസിന് വേണ്ടി ഇവരാരെങ്കിലും സാന്ദ്രയെ സമീപിച്ചിരുന്നു? ഇല്ല, അവരാരും അങ്ങനെ കോംപ്രമൈസിന് സമീപിച്ചിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഈ കേസ് നിൽക്കില്ല, ഇത് ഞാൻ നാണം കെടുകയുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവരിതിന് പല കഥകളും അവരുടേതായ നെറേറ്റീവ്സ് അവരിറക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ശക്തമായി എന്റെ വിശ്വാസത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയാണ്. കാര്യം അത് എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇതിന്റെ സുപ്രീം കോടതി വരെ പോയാലും എനിക്ക് നീതി ഞാൻ വാങ്ങിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഈ സാന്ദ്ര ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയുന്നത് കൊണ്ട് സാന്ദ്രയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? തീർച്ചയായിട്ടും കൂടുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ കുറയൂന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാര്യം ഇങ്ങനെ പലതും തുറന്നു പറയുമ്പോൾ പലരെയും എനിക്കറിയാം, പലരെയും പേരെടുത്ത് വിമർശിക്കേണ്ടി വരുമ്പോൾ എനിക്ക് എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. കാര്യം എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആവുമ്പോൾ അവർക്ക് ഒരുപാട് ഇന്റർനെറ്റിലും പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോരാളികൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എതിരാവൂന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പകരം ഒത്തിരി സപ്പോർട്ട് പിന്തുണയേറുന്നു. അതെ, പിന്തുണ. അത് സാധാരണ ജനങ്ങൾ മാത്രമല്ല, സിനിമയിൽ തന്നെയുള്ള എന്റെ സഹപ്രവർത്തകരായ ആളുകൾ ഒരുപാട് പേര് വിളിച്ച് അവർക്ക് മുന്നോട്ട് വന്ന് പറയണമെന്നുണ്ട് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും എന്നെ വിളിച്ച് ഷെയർ ചെയ്യുകയുണ്ടായി. ഇങ്ങനെ സമാനമായ ദുരനുഭവങ്ങൾ ഉള്ളവരും ഇതിൽ കൂടുതൽ അനുഭവിക്കുന്നവരുമായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാത്തത്. കാര്യം സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയ്ക്ക് സംഘടനയുടേതായ ഫണ്ടുണ്ട്, അത് ഉപയോഗിച്ചാണ് അവർ കേസ് കളിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം പണം ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതിന് പല ഇപ്പൊ സാങ്കേതിക പ്രവർത്തകർക്കാണെങ്കിൽ അതിന് നിവൃത്തിയില്ലാത്തവരാണ് ഏറെ പേരും. ഈ ബഹളത്തിനിടയിലും സാന്ദ്ര പുതിയ സിനിമയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? പുതിയ പ്രോജക്റ്റ് ഉണ്ടോ? ഇപ്പോ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആലോചനകൾ നടക്കുന്നുണ്ട്. കൂടാതെ 1-2 സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. അത് നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ നിലവിലുള്ള ഈ വിലക്ക് സ്റ്റേ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആ സിനിമ തുടങ്ങുന്നതിന് തടസ്സമില്ലല്ലോ അല്ലേ? ഇല്ല, അല്ലെങ്കിലും സിനിമ തുടങ്ങുന്നതിന് യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു സിനിമ ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് സംഘടനയുടെ ആവശ്യമില്ല. പക്ഷേ ഒരു അപ്രഖ്യാപിത വിലക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സിനിമ ഇറക്കാനും പിന്നെ ഇങ്ങനെ ഇപ്പൊ ടിവിയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ എല്ലായിടത്തും സാൻഡ്ര തോമസിനെ വിലക്കി എന്ന് പറഞ്ഞുള്ള ന്യൂസ് വരുന്ന സമയത്ത് ഇപ്പോ നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ഫിനാൻസിയേഴ്സ്, ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യുക. അപ്പം നമ്മളുടെ മുകളിലേക്ക് ഫണ്ട് ഇറക്കാനായിട്ട്, കാര്യം വലിയ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ അതിലൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നത്. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ വിശ്വസിച്ചിരുന്നു എനിക്കിതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതിനുശേഷം ആദ്യം പരാതി പുറത്തു പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്ന അതിജീവിതയായി മാറുകയാണ് സാന്ദ്ര യഥാർത്ഥത്തിൽ ചെയ്തത്. അത്തരത്തിൽ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർക്കിടയിൽ നിന്നൊക്കെ ഒരു പിന്തുണ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഒരുപാട് പേര് സിനിമയിലെ, അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ സഹപ്രവർത്തകരായ ഒരുപാട് പേര് വിളിച്ച് അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. എല്ലാവർക്കും ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഫണ്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, മാനസികമായി കൂടി തയ്യാറെടുക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. കാര്യം നമ്മളെ സാമ്പത്തികമായി മാത്രമല്ല, ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവര് മാനസികമായി മാത്രമല്ല നമ്മളെ തളർത്തുന്നത്, നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി അടുത്ത്
ഇടപഴകുന്ന സുഹൃത്തുക്കളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത്, കാര്യം ഇപ്പോ SIT-യിൽ കേസ് കൊടുത്തേക്കുന്ന പല സ്ത്രീകളും ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് പോലെ ഒരു മൈക്കൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതും അതിനകത്ത് ഒരു പ്രശ്നമാണ്. അപ്പോൾ 1-2 ദിവസം എല്ലാ മീഡിയകളും ചർച്ച ചെയ്യും, പിന്നെ അതങ്ങ് പോവും. പിന്നീട് ഇവരനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയാണ്. അപ്പം അത് സ്ത്രീകൾ മാത്രമല്ല, ഞാൻ ഈ പറയുന്നതിനകത്ത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്താണെങ്കിൽ പോലും സെക്ഷൽ ഹരാസ്മെന്റ് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുരുഷന്മാരടക്കം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പുരുഷന്മാര് ഇപ്പൊ സംഘടനയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരു സിനിമയിലും അസോസിയേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അവർക്ക് ഒരു തൊഴിൽ നിഷേധമാണ് നടത്തുന്നത്. അതായത് വിലക്ക് വരും, ഏതെങ്കിലും തരത്തിൽ എതിരായിട്ട് നീങ്ങിയാൽ ആ സമയം തന്നെ വിലക്ക് വരും അല്ലേ? അപ്പോൾ തന്നെ വിലക്ക് വരും. ഈ വിലക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സിവിൽ കേസായി മാറുകയാണ്. സിവിൽ കേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും പിന്നെ തിരിച്ചു കയറാനായിട്ട്. അത്രയും നാൾ ഈ കോടതിയുടെയും പുറകെ നടക്കുക എന്ന് പറയുന്നത് എല്ലാരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ പോരാട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയിരുന്നു സാന്ദ്ര? ഒരിക്കലുമില്ല. ഞാൻ ഇറങ്ങി തിരിച്ചെടുത്ത് ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ ഇനി പിന്നോട്ടില്ല എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഓക്കെ, അപ്പൊ സാന്ദ്ര മുന്നോട്ട് തന്നെ പൊക്കോളൂ. തീർച്ചയായിട്ടും നീതി നേടുന്നത് വരെ ആ പോരാട്ടം തുടരൂ. സാന്ദ്ര തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. എന്നെ വിശ്വസിച്ചതിന് റിപ്പോർട്ടർ ചാനലിനോടും നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും സാന്ദ്ര നമ്മളോടാണല്ലോ തുറന്നു പറയുന്നതും പുറം ലോകം അറിയുന്നതും സാന്ദ്രയ്ക്കൊപ്പം ആളുകൾ നിലപാടെടുക്കുന്നതും അതുകൊണ്ടാണ്. താങ്ക് യു സാന്ദ്ര. അപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സാന്ദ്ര മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ നല്ല സിനിമകൾ വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തിനാണ് ഈ വഴക്കും വാക്കാണോ? ആ വാക്ക് തന്നെ നമ്മൾ ഒരിക്കൽ കൂടി പറയും.